വൈറൽ വീഡിയോ ആണ് ഇപ്പോഴത്തെ എൻ്റെ വൈറ്റിപ്പഴം. ചുമ്മാ പ്രാങ്ക് വീഡിയോസ് ഉണ്ടാക്കുന്നു, യൂട്യൂബിൽ എൻ്റെ ഹോൾഡ് ഉപയോഗിച്ച് ഹിറ്റാക്കി ക്യാഷ് അടിക്കും. ഒരു റീലിട്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റുമോ? എന്നാ പറ്റും. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു, സാധനം വൈറലായി, അയാൾ കണ്ടിന്ന് രാവിലെ മരിച്ച്. ആ വീഡിയോയ്ക്കകത്ത് അവള് ബ്ലർ പോലും ചെയ്തിട്ടില്ല ഫേസ്. ആ മനുഷ്യൻ ഇന്ന് മരിച്ച്, ന്യൂസ് വന്നു. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. ഇനി അതൊന്നും കാണിക്കരുതെന്ന് ബോർഡ് പറയാൻ പറഞ്ഞട്ടാ. ആ വീഡിയോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അറിയാതാണോ തട്ടിയത്, അറിഞ്ഞുകൊണ്ടാണോ തട്ടിയത്, സംശയമാണ്. അതിനകത്തൊരു ക്ലാരിറ്റി പോലും ഇല്ല. ഇവള് വന്നിട്ട് പറയുന്നു അറിഞ്ഞോണ്ടാ ചെയ്യുന്നത്. ആ വീഡിയോ കാണുന്ന ഒരു മനുഷ്യനും അങ്ങനെ തോന്നുന്നില്ല. ഇപ്പൊ പെണ്ണുങ്ങളൊന്നും അത്ര ശരിയല്ല. കുറെ അപരാധി മക്കളുമാരുണ്ട്. അവളുമാർക്ക് തട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കും. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് തട്ടിയില്ല അങ്ങോട്ട് പോയി തട്ടും. എന്നിട്ട് തട്ടുന്ന കണ്ടാലല്ലേ ഇവളുമാർക്ക് റീച്ച് ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം, നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. അയ്യോ, ആണായതുകൊണ്ട് ആണിനെ എല്ലാരും കൂടി താറടിക്കും, ആണിനെ വലിച്ചു കയറും. ആണുങ്ങളായ ഞങ്ങൾ തന്നെ റിയാക്ട് ചെയ്ത് അവർക്കിട്ട് കൊട്ടും. ഇപ്പൊ കാര്യങ്ങൾ മാറി, കാലം മാറി, ഞങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. ആ വീഡിയോ അത് ക്ലിയർ ആണ്. ഇവക്ക് പുറത്തോട്ട് മാറി നിൽക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ, എന്നിട്ടും അത് ചെയ്യുന്നില്ല. തട്ടണം, മനസ്സിലായോ? ആ പ്രത്യേകം ആ ഒരു സ്ഥലത്ത് തട്ടിയാലല്ലേ വീഡിയോ വൈറലാകത്തുള്ളൂ. ഈ പെണ്ണുങ്ങൾക്കാണ് നിയമം സപ്പോർട്ടെന്നും പറഞ്ഞേ ഈ രണ്ടും പറ്റൂല എന്നുള്ള ഇവിടെ നടക്കൂലേ? ചെറ്റത്തരമല്ലേ നിങ്ങൾ കാണിച്ചത്? തന്തയില്ലായ്മയല്ലേ നിങ്ങൾ കാണിച്ചത്? ഒരാണിനെ എറിഞ്ഞു കൊടുക്കുമ്പോ ചോദിക്കാൻ പറയാൻ വേറെ ആരും വരില്ല എന്നുള്ള ധൈര്യമല്ലേ നിങ്ങൾ കാണിച്ചത്? എന്താണെങ്കിലും ആള് പോയി, ആ ആളില്ല, അയാളെ കുടുംബത്തിനും അയാൾക്കും നഷ്ടം. ഇനി എന്ത് എക്സ്പ്ലനേഷൻ ചേച്ചി? 34 എന്തിടാൻ പറ്റും?